മലപ്പുറം കാളികാവിൽ നരഭോജി കടുവയുടെ സാന്നിധ്യം. പാന്തറ പുറ്റള കോളനിയുടെ സമീപത്താണ് കടുവയെ കണ്ടത്. പ്രദേശത്ത് ദൗത്യസംഘം പട്രോളിംഗ് ആരംഭിച്ചു. വിവിധ മേഖലകളിൽ തെരച്ചിൽ നടത്തിയിരുന്ന ദൗത്യസംഘം കടുവയെ കണ്ട ഭാഗത്ത് തിരച്ചിൽ തുടരുന്നു. വിവരങ്ങളുമായി ശിവദാസ് കർമ്മനം ചേരുന്നു. ശിവദാസ്, കടുവയുടെ സാന്നിധ്യം കാളികാവിൽ ആദ്യമായിട്ടാണോ? നമ്പ്യാർ, നമുക്കറിയാം കഴിഞ്ഞ മാസം 15-ാം തീയതിയാണ് നരഭോജി കടുവ ഒരാളെ കടിച്ചു കൊന്നത്. ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂർ എന്ന വ്യക്തിയെയാണ് നരഭോജി കടുവ കടിച്ചു കൊന്നത്. ഏകദേശം 1.5 മാസം പിന്നിട്ടിരിക്കുന്നു ഈ കടുവ ദൗത്യം. ഇപ്പോഴും കടുവയെ കണ്ടെത്താൻ ഈ ദൗത്യ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. പല സ്ഥലങ്ങളിലും, അതായത് കാളികാവിന്റെ വിവിധ മേഖലകളിൽ ഇത്തരത്തിൽ ചില സമയത്ത് കടുവയെ കണ്ടതായുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ദൗത്യ സംഘം കാളികാവിലെ വനമേഖലയിൽ സ്ഥാപിച്ച ക്യാമറകളിലും കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു. പക്ഷെ കടുവയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നും ഇത്തരത്തിൽ ഏറെ നാളുകൾക്ക് ശേഷമാണ് കാളികാവിലെ കടുവയെ ചില ആളുകൾ കണ്ടത്. പാന്തറ പുറ്റള കോളനിയുടെ സമീപത്താണ് കടുവയെ കണ്ടത്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന്, അതായത് ഈ ദൃക്സാക്ഷികൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് പിന്നീട് ഈ ദൗത്യ സംഘം ഈ ഭാഗത്ത് പട്രോളിംഗ് ആരംഭിക്കുകയായിരുന്നു, തിരച്ചിൽ ആരംഭിക്കുകയായിരുന്നു. പക്ഷെ അല്പസമയം മുൻപ് തിരച്ചിൽ നിർത്തിവെച്ചിട്ടുണ്ട്. കാരണം രാത്രി സ്വാഭാവികമായും തിരച്ചിൽ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ രാത്രി ോടുകൂടി തന്നെ ഈ തിരച്ചിൽ നിർത്തിവെച്ചിട്ടുണ്ട്. നാളെയും ഈ ഭാഗങ്ങളിൽ തിരച്ചിൽ തുടരും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്രയും കാലമായിട്ടും ഏകദേശം 1.5 മാസം പിന്നിട്ടു ഈ തെരച്ചിൽ. ഇപ്പോഴും ഈ കടുവയെ ദൗത്യസംഘത്തിന് പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഈ മേഖലയിലെല്ലാം തന്നെ വ്യാപകമായി തന്നെ തിരച്ചിൽ നടത്തിയിരുന്നു. ഏകദേശം 60 പേരടങ്ങുന്ന ദൗത്യസംഘമാണ് ഇങ്ങനെ ഈ തിരച്ചിലിന്. ശിവദാസ്, മലപ്പുറം കാളികാവിൽ നരഭോജി കടുവയുടെ സാന്നിധ്യം. പാന്തറ പുറ്റള കോളനിയുടെ സമീപത്താണ് കടുവയെ കണ്ടത്. പ്രദേശത്ത് ദൗത്യസംഘം പട്രോളിംഗ് ആരംഭിച്ചു. വിവിധ മേഖലകളിൽ തിരച്ചിൽ നടത്തിയിരുന്ന ദൗത്യസംഘം കടുവയെ കണ്ട ഭാഗത്ത് തിരച്ചിൽ തുടരുകയാണ്.